ഹലോ ഫ്രണ്ട്സ്, ഞാൻ കുറേ നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുക. കാര്യം എന്ന് വെച്ചാൽ പോസ്റ്റ് ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ല, എനിക്കാണെങ്കിൽ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ ഒരു ടെൻഷനാണ്. എന്ത് പറയും, എങ്ങനെ സംസാരിക്കും എന്നുള്ളൊരു ടെൻഷനാണ്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചൊരു വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അവരാണെങ്കിൽ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എന്നെ കാണുമ്പോൾ പറയും വീഡിയോ കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, ഇത് ഷോർട്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നൊരു ഫീലാണ്, അപ്പോൾ കുറച്ച് ലെങ്തിൽ വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്ക് മനസ്സിലാകാത്ത വേറൊരു കാര്യമുണ്ട്. നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 3-4 പേരൊക്കെ ഒരുമിച്ച് നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടങ്ങ് പോകും. എന്താ കാര്യമെന്നൊന്നും അറിയത്തില്ല. കാര്യം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പോകുന്നവർ പോകട്ടെ, നമുക്ക് എന്താല്ലേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എം.എസ്.എം കോളേജ് NCC അലൂമിനി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയതാണ്. വേൾഡ് എർത്ത് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് മരങ്ങൾ എം.എസ്.എം കോളേജിൽ നടാനായിട്ട് പോയതാണ് കേട്ടോ. 11 വർഷമായി ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട്. ഇന്ന് ഞാൻ NCCയുടെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെന്നപ്പോൾ എൻ്റെ പഴയ NCC ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നേ. പിന്നെ അതിനകത്ത് എനിക്ക് കുറേ ആൾക്കാരെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സീനിയേഴ്സ്, എൻ്റെ കൂടെ NCCയിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ. പണ്ടാണെങ്കിൽ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് എനിക്ക് NCCയുടെ സെലക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് ഈ IT ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് NCCക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. എനിക്ക് NCCയിൽ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. പക്ഷേ ആ വിഷമം ഒരുപാട് കാലം നീണ്ടു നിന്നൊന്നുമില്ലേ. എനിക്ക് കുറച്ചായപ്പോഴത്തേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഞാൻ NCCക്കകത്ത് സെലക്റ്റായി. അതിനുശേഷം ഞാൻ NCCയുടെ കുറേ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ NCCയുടെ ഒരു ക്ലാസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്യാമ്പ് എന്ന് പറയുന്നത് ഭയങ്കര പ്രിയപ്പെട്ട ഒരു കാര്യമായിരുന്നു. എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു ഇതാണ് NCCയുടെ ക്യാമ്പ് എന്ന് പറയുന്നത്. അത് NCC ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും അവിടുത്തെ ഒരു വൈബും കാര്യങ്ങളൊക്കെ. പണ്ടൊക്കെ എല്ലാവരോടും മിണ്ടാനൊക്കെ എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു. പിന്നെ NCCയിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ബോൾഡായതും മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാനും ഓരോ വേദികളിൽ പോയി സംസാരിക്കാനും ഒക്കെ ഞാൻ പഠിച്ചത്. പിന്നെ എനിക്ക് NCCയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് പരേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു റീസണുണ്ട്. കാര്യം ഞങ്ങൾക്കൊരു സീനിയർ ഉണ്ടായിരുന്നു, ഒരു അമീൻ അബ്ദുൾ ബഷീർ എന്ന് പറഞ്ഞൊരു സീനിയർ. ഇക്ക ഇപ്പം ആർമിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇക്ക പരേഡ് ചെയ്തത് കണ്ടിട്ടാണ് നമുക്ക് പരേഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ പ്രോഗ്രാമിന് ചെന്നപ്പോൾ ഇക്ക വീഡിയോ കോൾ വിളിച്ച് എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങളെ സംബന്ധിച്ച് അത് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് കൂടുതൽ പേരെയും 11 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. എൻ്റെയും പലരുടെയും അഭിപ്രായത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സമയങ്ങളൊന്നും പാഴാക്കി കളയാൻ പാടില്ല. നമുക്ക് എത്രത്തോളം സന്തോഷിക്കാൻ പറ്റാവോ അത്രത്തോളം നമ്മൾ സന്തോഷിക്കണം. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഫാമിലിയുടെ കൂടെ ആണെങ്കിലും ആരുടെ കൂടെ ആണെങ്കിലും നമുക്ക് സന്തോഷം കിട്ടുന്ന എവിടെയാണോ നമ്മൾ അവിടെ വേണം സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. കായംകുളം M.S.M കോളേജിൻ്റെ അടുത്തുള്ള ബഷീർ ഖാൻ്റെ ബിരിയാണിക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ ഞങ്ങളുടെ NCCയെ കുറിച്ച്. പക്ഷേ എനിക്ക് മാത്രം പറയാനില്ല, കാരണം ഞാൻ ബിരിയാണി കഴിക്കാറില്ല. എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും അതും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.